ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LPUP എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി നിവർത്തന പ്രക്ഷോഭവുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണിത്. PSCയുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ച പ്രക്ഷോഭം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിനുള്ള അതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. ഇത് PSCയുടെ രൂപീകരണത്തിലേക്ക് വഴിതെളിച്ചു. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളായിരുന്നു TM വർഗീസ്, C കേശവൻ, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവർ. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളായിരുന്നു NV ജോസഫ്, TM വർഗീസ്, C കേശവൻ, PK കുഞ്ഞ് എന്നിവർ. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്ത ഒന്നായിരുന്നു നിവർത്തന പ്രക്ഷോഭം. പഴശ്ശി വിപ്ലവം, തിരുവിതാംകൂർ കലാപം, കുറിച്യ കലാപം ഇവയൊക്കെ ആദ്യകാല കലാപങ്ങളാണ്. 2020 ചോദ്യമായിരുന്നു അത്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. 1935 നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാനായിരുന്നു T ഓസ്റ്റിൻ. നിവർത്തന മെമ്മോറിയൽ നിരാകരിച്ച ദിവാനായിരുന്നു T ഓസ്റ്റിൻ. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമായിരുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷണറായിരുന്നു GD നോക്സ്. അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിട്ട് കണക്കാക്കപ്പെടുന്നത് കേരള കേസരിയാണ്. കേരള കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ ആനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണിത്. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്ത ഒന്നായിരുന്നു നിവർത്തന പ്രക്ഷോഭം. LP സ്കൂൾ ടീച്ചർ 2020 ചോദിച്ച ചോദ്യമാണ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1936. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം 1956. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ പബ്ലിക് സർവീസ് കമ്മീഷണറായിരുന്നു GD നോക്സ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C കേശവനാണ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളിൽപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. 1935 കോഴഞ്ചേരി പ്രസംഗം നടന്നത്. C കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ് എന്നിവരെല്ലാം നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രമുഖ നേതാക്കളായിരുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയായിരുന്നു അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ചാണ്. നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.